ഇതെന്നും പറയുന്നത് പോലെയല്ല. സഹിച്ച് സഹിച്ച് ഞാൻ മടുത്തു. ഏയ് ഇല്ലില്ല, അവളൊന്നും അറിയില്ല. പക്ഷെ അവളുടെ ഓരോ നീക്കങ്ങളും താൻ എന്നെ വിളിച്ച് പറയണം. അതെ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. ശരി ശരി. എന്തോന്ന് ശരി ശരി? അവിടെ നിൽക്കും. നിൽക്കാൻ പറ്റിയ കണ്ടീഷൻ അല്ല അമ്മി ഞാൻ. അതെനിക്ക് മനസ്സിലായി. നിങ്ങളുടെ കണ്ടീഷൻ എനിക്ക് നന്നായിട്ട് അറിയാം. മര്യാദയ്ക്ക് അവിടെ നിൽക്കുന്നതാ നിങ്ങൾക്ക് നല്ലത്. നീ വിചാരിക്കുന്ന പോലെയല്ല. ഓഫീസിൽ നിന്ന് ഇതുവരെ പിടിച്ചേക്കാൻ പാട് എനിക്ക് അറിയോ. അതെ അതെ, ഓഫീസിൽ നിന്ന് ഇറങ്ങുന്നവരെ നിങ്ങൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ലല്ലോ. വയറിന് സുഖമില്ലെന്നും ഞാൻ അങ്ങനെ ഐജിയോട് പറയുന്നത്. അതേടി ഐജി ആയിരുന്നു ഫോണില്. സത്യമായിട്ട് ഐജി ആയിരുന്നു. പിടിക്കല്ലേ, നാട്ടുകേസാ. നീ തന്നെ റൂം ക്ലീൻ ചെയ്യേണ്ടി വരും. റൂം ക്ലീൻ ചെയ്യാനോ? എടി, എന്റെ വയറിന് സുഖമില്ലെന്ന്. കണ്ടടം നിരങ്ങി കാണുന്നവരുടെ ഒക്കെ കൂടെ പോയി വല്ലതൊക്കെ വലിച്ചു വരി കഴിക്കുമ്പോ ഓർക്കണായിരുന്നു വയറ് നമ്മുടേതാണെന്ന്. എന്തുവാടി നീ പറയുന്നേ? ആരോടോട് പോയെന്ന്? ഓ, ഒന്നും അറിയത്തില്ല. അങ്ങനെ ഇപ്പൊ വഴി മാറുന്നില്ല. സത്യസന്ധമായിട്ട് ഞാൻ ചോദിക്കുന്നതിന് മറുപടി രക്ഷപ്പെടാനുള്ള പുതിയ നമ്പറല്ലേ? അതേടി, ഇതിലും വലിയൊരു രക്ഷപ്പെടല് ഈ ഭൂമിയിൽ വേറെ ഇല്ല. നിങ്ങളെ എന്താ ചെയ്യേണ്ടത് എനിക്കറിയാം. എന്നാ നീ ചെയ്യടി. മര്യാദയ്ക്ക് വാതിൽ തുറക്കുന്നത് നല്ലത്, അല്ലെങ്കിൽ ഞാനത് ചവിട്ടി പൊളിക്കും. എന്റെ പൊന്നാമി, നിനക്ക് എന്തിന്റെ അസുഖമാടി? എനിക്ക് എന്തിന്റെ അസുഖമാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ മനുഷ്യ, നിങ്ങൾ എത്ര നേരം ഇങ്ങനെ ബാത്റൂമിൽ കയറിയിരിക്കും? എന്റെ പൊന്നോ, എല്ലാം ഒന്ന് ശാന്താവുന്നവരെ. എന്നാ പിന്നെ നിങ്ങൾ ഒരിക്കലും ഇതിന്റെ പുറത്തിറങ്ങിയിട്ട് വരില്ല. മര്യാദയ്ക്ക് വാതിൽ തുറക്കുന്നോ അതോ ഞാൻ ചവിട്ടി പൊളിക്കണോ? 1 2 3. എന്താ ഈ പ്രശ്നം? പ്രശ്നം നിങ്ങൾക്കറിയില്ലേ? അയ്യോ, നിനക്ക് എന്താ വേണ്ടത് അത് പറ. എനിക്ക് വേണ്ടത് നിങ്ങളുടെ ഫോണാ. ഫോണോ? എടി ആമി, അപ്പൊ ഞാൻ ഊഹിച്ചത് ശരിയാണല്ലേ? എന്ത്? എനിക്ക് ലൂസ് മോഷൻ ആണെന്നോ? നാടകം കളിക്കല്ലേ മനുഷ്യ. ഞാനങ്ങോട്ട് കയറി വന്നേ ചവിട്ടിക്കൂട്ടി ഞാൻ ക്ലോസറ്റ് ഇടും. പറഞ്ഞേക്കാം, ഒഴിവില്ലടി മനുഷ്യ. സഹിക്കുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ട്. കുറച്ചു ദിവസം ആയില്ലേ നിങ്ങൾ തുടങ്ങിയിട്ട്? എന്നെ ഒളിച്ചുള്ള ഈ ഫോൺ ചെയ്യല് ഇന്ന് എനിക്ക് രണ്ടിലൊന്നും അറിയണം. ആരവള്? ഏതവള്? മനുഷ്യനെ മെനക്കെടുത്ത് നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? എന്നെ കൊണ്ട് തന്നെ നിങ്ങൾക്കത് പറയിക്കണോ അല്ലേ? നിങ്ങൾ എന്താ വിചാരിച്ചത് ഞാനൊരു മന്ദബുദ്ധിയാണെന്നോ? നിങ്ങളുടെ കള്ളം ഞാൻ കണ്ടുപിടിക്കില്ലെന്നോ? എല്ലാം ഞാൻ അറിഞ്ഞു. നീ എന്തറിഞ്ഞൂന്നാ ഈ പറയുന്നേ? മര്യാദയ്ക്ക് ഫോൺ തരുന്നോ ഇല്ലയോ? എടി, എന്റെ ഫോണിലൊന്നും ഒന്നും ഇല്ലെന്ന്. എന്നാ പിന്നെ എന്തായിരിക്കും തന്ന? ഇതൊരു നടക്കി പോകില്ല. മാറ്. നമ്പർ കാണിച്ചു ഞാൻ. ഫോണിൽ തരാൻ. ഫോൺ തരാനാ നിങ്ങളോട് പറഞ്ഞത്. ഇത് കഴിഞ്ഞ് ഞാനൊന്ന് പുറത്ത് വരട്ടെ. അകത്തിരുന്ന് ഉടായ്പൊക്കെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയല്ലേ? അങ്ങനെ ഇപ്പൊ നിങ്ങൾ സൂയിക്കണ്ട. എനിക്ക് ഇപ്പൊ ഫോൺ വേണം. അത് മനസ്സിലായി. എല്ലാം ക്ലിയർ ചെയ്തിട്ട് ഫോൺ എന്റെ കയ്യിൽ തരാനല്ലേ? അയ്യോ അതല്ലടി, ഞാൻ എന്റെ വയറ് ക്ലിയർ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ഇതുപോലെ ഒരുപാട് അഭ്യാസങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അസുഖം വയറിനല്ല. എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. എന്റെ അസുഖം എനിക്കല്ലേ അറിയത്തുള്ളൂ ആമി. അല്ല, എനിക്കറിയാവുന്ന. ചേടാ, ഇത് വലിയ കഷ്ടമായല്ലോ. ഞാൻ നിങ്ങളോട് മര്യാദയ്ക്ക് ചോദിക്കുക, നിങ്ങളിപ്പോ വിളിച്ചത് ഏതവളാ? എടി, അത് സത്യമായിട്ട് ഐജി ആയിരുന്നു. ശരി, ഇപ്പൊ നിങ്ങളെ വിളിച്ചത് ഐജിയാ, സമ്മതിച്ചു. പക്ഷെ കഴിഞ്ഞ തിങ്കളാഴ്ച നിങ്ങൾ കാറിൽ കേട്ടിക്കൊണ്ട് പോയ പെണ്ണേതാ? പിന്നെ നിങ്ങൾ ടൗണിൽ വെച്ച് കണ്ടതും സംസാരിച്ചതും കൂട്ടിക്കൊണ്ട് പോയത് ഏതവളയാ? എന്റെ അമ്മോ, ഇതാണോ കാര്യം? അതെ, അത് തന്നെ കാര്യം. എനിക്ക് നിങ്ങളെ പറ്റി ശരിയായ ധാരണ മാത്രമേ ഉള്ളൂ. അവൾ ആരാണെന്ന് എന്നോട് നിങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഈ ബാത്റൂമിൽ തീയിടും. എന്നിട്ട് നിങ്ങളുടെ ചിതയിൽ ചാടി ഞാൻ സതി അനുഷ്ഠിക്കും. നീ വിചാരിക്കുന്ന പോലെ അത് കാമുകിയൊന്നും അല്ല. പിന്നെ നിങ്ങളുടെ ഭാര്യയോ? എടി, അത് ശ്രുതിയാ. സ്തുതിയോ? എടി, സ്തുതിയല്ല, ശ്രുതി. ലച്ചുവിന്റെ ക്ലോസ് ഫ്രണ്ട്. അയ്യോ,
നീ പറഞ്ഞ നേരാ. കഴിഞ്ഞ തിങ്കളാഴ്ച ഞാൻ അവളെ വണ്ടി കയറ്റിക്കൊണ്ട് പോയായിരുന്നു. ഇന്ന് റോഡിൽ നിന്ന് കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്തു. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ ദുരുദ്ദേശത്തോടെ അല്ല. എടീ, അവൾ എനിക്ക് എന്റെ ലച്ചുവിനെ പോലെ തന്നെയല്ലേ. ലച്ചു ഇപ്പോഴും ബാംഗ്ലൂരിൽ തന്നെ ഉണ്ട്. ശ്രുതി അവളെ കണ്ടോ? കണ്ടു. എന്നിട്ട് പറയാം. അയ്യേ, ആമി, എടീ, ഇനിയെങ്കിലും ഇമാതിരി ചീപ്പ് സംശയങ്ങളുമായിട്ട് നീ നടക്കരുത്. പ്രത്യേകിച്ച് എന്റെ കാര്യത്തില്. എനിക്ക് നിന്നോട് ദേഷ്യമൊന്നുമില്ല, സഹതാപം മാത്രമേ ഉള്ളൂ. വെറും സഹതാപം. അമ്മേ, ഓ, അയ്യോ, അതെ, വലിക്കല്ലേ, ഇതൊന്ന് അകത്തെത്തിച്ചോട്ടെ. എന്താ ആമി? സോറി. സോറി, ഒന്ന് ഓടിക്കണം. പോ. അയ്യേ, ഈശ്വര, ഈ വീട്ടിൽ ഇത്രയും പാത്രങ്ങളുണ്ടോ? അതെങ്ങനെയാ ഓരോ ദിവസം കഴിയുന്തോറും ആളുകൾ കൂടിക്കൂടി വരുമല്ലേ? അടുക്കളയിലൊരുത്തി, കിടപ്പറയെ വേറൊരുത്തി. പക്ഷെ ഒറ്റ ഒരുത്തിയെ കൊണ്ട് ഒരു ഉപകാരമില്ല. പണി ചെയ്യണമെങ്കിൽ എൻ്റെ കൈ തന്നെ വേണം. അയ്യോ, 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 എന്താ ഗോമതി? എന്താ അവിടെ 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 എന്താ? അയ്യോ, അവിടെ ഒരു നെടിൽ രൂപം. എവിടെ? ഞാനൊന്നും കാണുന്നില്ലല്ലോ. ഗോമതിക്ക് വെറുതെ തോന്നിയതായിരിക്കും. അയ്യോ, അല്ല, തോന്നിയതല്ല, ഞാൻ കണ്ടതാ. എന്നിട്ട് എവിടെ? ഞാനൊന്ന് നോക്കട്ടെ. മാറിക്കേ. അയ്യോ, അയ്യോ, ദേ, ദേ, ദേ. ഞാൻ പറഞ്ഞ സത്യമൊന്നും കണ്ടില്ലേ? അതെ, ഞാനും കണ്ടു. യോ, പ്രേതവാ, ഉറപ്പാ. പ്രേതങ്ങളൊക്കെ രാത്രി 12 മണി കഴിഞ്ഞേ ഇറങ്ങും. ഇതേതോ കള്ളന്മാരാ. വാ നോക്കാം. അയ്യോ, ഞാനില്ല, എനിക്ക് പേടിയാ. ഇങ്ങനെ പേടിച്ചാലോ? ഞാനില്ലേ കൂടെ. ഇങ്ങോട്ട് വന്നേ, വന്നേ. അയ്യോ, ക്ലാരമ്മ, അവിടെ നിൽക്കേ, അവിടെ നിൽക്കേ. പറഞ്ഞതുപോലെ ക്ലാരമ്മയ്ക്ക് മർമ്മം അറിയാലോ. എന്നാലും ഒരു കരുതലില്ലേ. കിട്ടി. ഇതും കൂടി ഇരിക്കട്ടെ. ആ, നിങ്ങൾ ഇതെങ്ങോട്ടാ ഈ ഒലക്കെ പിടിച്ചോണ്ട്? മോളെ, പുറത്തൊരു കൊള്ളക്കാരനെ കണ്ടു. കൊള്ളക്കാരനോ? ആ, എവിടെ? ഞങ്ങളാ ജനലിന്റെ ഇടയിൽ കൂടെ കണ്ടതാ. ജനലിന്റെ ഇടയിൽ കൂടിയോ? ആ, മോളെ ദേ. അയ്യോ, ഈശ്വര, ഇതാരാ? ഞാൻ പറഞ്ഞില്ലേ മോളെ, കൊള്ളക്കാരനാ. മോള് പോയി വേഗം ദത്ത സാറിനെ വിളിക്ക്. ആദ്യം മോനെ വിളിച്ചോണ്ട് വാ. അവൻ കടന്നു തോന്നുന്നു. ഞാൻ ദത്തേട്ടനെ വിളിക്കാം. ഓ, അയ്യോ, ദത്തേട്ടാ, 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 എന്താ ആമി? ദത്തേട്ടാ. നിന്റെ സംശയം ഇതുവരെ തീർന്നില്ലേ? അതല്ല, ദേ, പുറത്തൊരാള്. നിന്റെ നമ്പർ എന്റെ അടുത്ത് വേണ്ട. ശോ, ഞാൻ പുറത്തിറങ്ങിയിട്ട് നിനക്ക് വീണ്ടും വിചാരണ ചെയ്യാൻ വേണ്ടിയല്ലേ? ശ്ശേ, അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. നീ പോയി നിന്റെ പണി നോക്കാം. ദത്തേട്ടാ. ഈ പ്രശ്നം തീർക്കാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന പ്രശ്നമില്ല. ഞാൻ എന്ത് പറഞ്ഞ് മനുഷ്യനെ വിശ്വസിപ്പിക്കും? നീ ഒന്നും പറയണ്ട. നീ നിന്റെ പാതിരി പോ. എന്നോടാ നിന്റെ കളി. ശോ, അയ്യോ, ദത്തേട്ടാ, ഞാൻ സത്യം പറഞ്ഞതാ. അവിടെ പുറത്തൊരു ഭീകര രൂപം. നിന്നേക്കാൾ വലിയ ഭീകര രൂപം ഈ ഭൂമിയിൽ വേറെ എവിടെ ഉണ്ടീ? അയ്യോ, ഈശ്വര, ഞാൻ ഇനി എന്ത് ചെയ്യും? നീ എന്തെങ്കിലും പോയി ചെയ്യടി.